ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഗുരുവായൂർ യാത്രയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഞങ്ങൾ 5:30ക്കുള്ള ട്രെയിനിൽ പോകാനായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല ഗൈസ്. ഓൾറെഡി എല്ലാം ബുക്ക്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി, വരുന്ന വഴിക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഇവിടെ എത്തി ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഇവിടെ അതിനേക്കാൾ തിരക്കുമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങളതിൻ്റെ പുറകിലത്തെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചാടിപ്പടച്ച് പോവാണ്. കാരണം ഞങ്ങളുടെ ട്രെയിൻ അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിൽ കയറാൻ പോവാണ് ഗൈസ്. ട്രെയിനിൽ കയറിയപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു. വർക്കല വരെ ഞങ്ങൾ നിന്നാണ് പോയത്. പിന്നെ ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്തത് വെള്ളിയാഴ്ച വൈകുന്നേരം ട്രിവാൻഡ്രത്ത് നിന്നാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ എറണാകുളം എത്തിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് എറണാകുളത്ത് ഇറങ്ങിയിട്ട് ഫ്രണ്ടിൻ്റെ കൂടെ ഗുരുവായൂർ പോകാമെന്നായിരുന്നു. പക്ഷേ അവർ നേരത്തെ ഗുരുവായൂർക്ക് പോയി. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ മാറ്റി ഡയറക്റ്റായിട്ട് ഗുരുവായൂർ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച വെളുപ്പിന് 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഗുരുവായൂർ എത്തി കേട്ടോ. ഫ്രണ്ട്സ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇനി അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ നല്ല ടയേർഡായി ഗൈസ്. നല്ല ഹോട്ടലുണ്ടോ നോക്കി പോവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോവാണ്. ക്ഷേത്രത്തിനടുത്താണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയി കേട്ടോ. ഇന്നലെ ഇവിടെ എത്തിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല ടയേർഡായി കിടന്ന് ഉറങ്ങിപ്പോയി. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് അശ്വതി അവളുടെ ഹസ്ബൻഡും ഉണ്ട്. പിന്നെ ഞങ്ങളും അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേനും പുറത്ത് നല്ല മഴയായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് മഴ തോർന്നതിന് ശേഷമാണ് പിന്നെ പോയത്. അങ്ങനെ ഞങ്ങളത് അമ്പലത്തിലെത്തിയിട്ടോ. ഇത് പടിഞ്ഞാറേ നടയാണ് കേട്ടോ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ വന്ന് തൊഴണമെന്ന്. പണ്ട് കുഞ്ഞിലെന്ന് വന്നതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വരുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അത് എടുക്കാതെ പോകാൻ തോന്നിയില്ല. കാരണം ഇപ്പോഴും ഇങ്ങനെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇക്കാലത്തും ഇങ്ങനെ ഉണ്ടോ എന്ന് പെട്ടെന്ന് തോന്നിപ്പോയി എനിക്ക്. അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ ഫോണൊന്നും കൊണ്ട് കയറാൻ പാടില്ല. അപ്പോൾ ഞങ്ങളിതാ ക്ലോക്ക് റൂമിലോട്ട് പോവാണ് ഫോണൊക്കെ കൊണ്ട് വയ്ക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ കരുതിയത് പടിഞ്ഞാറേ നടവഴിയാണ് ഉള്ളിലേക്ക് കയറേണ്ടതെന്ന്. പക്ഷെ അല്ല, കിഴക്കേ നടവഴിയാണ് ഗൈസ് കയറേണ്ടത്. ഏകദേശം ഒരു 1/2 മണിക്കൂർ ക്യൂ നിന്നാലേ ഗൈസ് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. കാരണം അന്ന് സെക്കൻഡ് സാറ്റർഡേ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് തൊഴുതിറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ പുറത്ത് വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ കണ്ട് ഒരുപാട് സമയം അവിടെ നിന്നു. ഭയങ്കര ഹാപ്പിയായി ഗൈസ്. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. 3-3:30 ആയപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ വരെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. കാരണം ഗുരുവായൂരിൽ നിന്ന് ട്രെയിന് നൈറ്റേ ഉള്ളൂ. തൃശ്ശൂരിൽ നിന്ന് നമുക്ക് വൈകിട്ട് ട്രെയിനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്തിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.